ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വലിയൊരു പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 600 പോയിന്റും S&P 83 പോയിന്റും നസ്ഡാക്ക് 262 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. നസ്ഡാക്ക് ഇപ്പം 304 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100നും 180 പോയിന്റിനും ഇടയ്ക്ക് നല്ല ഒരു വോളറ്റാലിറ്റി നടക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. അതാണ് വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. 100നും 180നും ഇടയ്ക്ക് വലിയൊരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. എന്നാലും ഗിഫ്റ്റ് നിഫ്റ്റി 100ന് മുകളിൽ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലോസ് ചെയ്തിട്ടില്ല. എന്തായാലും നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ഒരു ഡോജി ക്യാൻഡിലാണ്. ബൈയിങ് പ്രഷറും സെല്ലിംഗ് പ്രഷറും എവിടെ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നല്ലൊരു ഡോജി ക്യാൻഡിലാണ്. അതും ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു 2 സപ്പോർട്ട്, നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെയും ഈ ഒരു സപ്പോർട്ടിൻ്റെയും താഴെ വന്നുവെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷറിൽ ആ 2 ട്രെൻഡ് ലൈനിൻ്റെയും മുകളിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. 2 ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ചെറിയൊരു റിവേഴ്സിനുള്ള സാധ്യത ഉണ്ട്. റിവേഴ്സിനുള്ള സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കില്ല ഒരു ഷോർട്ട് ടൈം, കാരണം ഇപ്പോഴത്തെ ഒരു വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡിലോട്ട് ഒരു റിവേഴ്സിനുള്ള സാധ്യത ഉണ്ട്. റിവേഴ്സ് ഏതുവരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അടുത്തൊരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ളത്. മാർക്കറ്റ് അതുവരെ പോകും എന്നല്ല, മാർക്കറ്റ് പോയാൽ ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 25,648 തൊട്ട് 25,819 വരെ ആയിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത്. ആ സമയത്തുള്ള വേൾഡ് മാർക്കറ്റിൻ്റെയും മറ്റ് ന്യൂസ് ബേസ്ഡ് മാർക്കറ്റും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. ചിലപ്പം ഇവിടെ നിന്നൊരു റിജക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് നല്ല വാല്യൂ വരുന്നത് 25,652 മുതൽ 25,818, ഏകദേശം 25,650 തൊട്ട് 800 വരയ്ക്കും ഏകദേശം 180 പോയിന്റിൻ്റെ റേഞ്ചാണ്. മാർക്കറ്റ് തിരിച്ച് കയറിയാലും ഏകദേശം ഇതുവരെ നമുക്കൊരു അപ് ട്രെൻഡ്, ഒരു ഷോർട്ട് ടൈമിലോട്ടുള്ള ഒരു അപ് ട്രെൻഡ്, കാരണം ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ടൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം കണ്ടിന്യൂ ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഡൗൺ ട്രെൻഡാണ്. അപ്പം എന്തായാലും ഒരു മാർക്കറ്റ് കുത്തനെ ഇറങ്ങിപ്പോകുന്നതും കുത്തനെ കയറി പോകുന്നതും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാർക്കറ്റിന് സുഖമുള്ള കാര്യമല്ല. സ്ട്രക്ചർ സ്ട്രോങ് ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും ഒരു പുൾ ബാക്ക് ഇവിടെ നിന്ന് ഉണ്ടാകണം. അടുത്തൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ വരയ്ക്കും മാർക്കറ്റ് ചിലപ്പം കയറി വരാൻ സാധ്യതയുണ്ട്. 25,682, 25,818 ശ്രദ്ധിക്കുക. ഇത് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. എന്തായാലും അടുത്തൊരു ലോവർ ഹൈ ഈ ഒരു ഏരിയയിൽ വരും ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ട് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും താഴത്തെ ലെവൽ 25,000 ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് 15 മിനിറ്റിൽ നേരെ താഴെ പോയിട്ട് ഈ ഒരു ക്യാൻഡിൽ ഒരുപാട് പേര് ട്രാപ്പായിട്ടുണ്ട്. കാരണം ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ തന്നെ ഈ ഒരു വിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയെങ്കിലും അവിടെ നിന്ന് തിരിച്ച് സെയിം 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തന്നെ തിരിച്ച് കയറി. വലിയൊരു ഷോർട്ട് കവറിങ് ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ലെവൽ ഇത് തന്നെയാണ്, 25,320, 25,320. ഇന്നലത്തെ ഹൈ അല്ല, അതിന് തൊട്ട് മുകളാണ്. 25,320 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 15 മിനിറ്റിൽ കിട്ടിയാൽ എന്തായാലും ഒരു നല്ലൊരു ഓപ്പണിംഗ്, ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക. പ്രീവിയസ് ഡേയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈനും പിന്നെ വരുന്നത് 25,320. ഈ 2 ലൈനും നമുക്ക് കൃത്യമായിട്ട് മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ
മാർക്കറ്റ് ഒരു റാലിക്കുള്ള സാധ്യത ഉണ്ട്. 21,475 ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് കിട്ടി, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറും. കാരണം ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഇന്നലെ അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. ഈ ഒരു ഹൈക്ക് ശേഷം തൊട്ട് താഴെയാണ് അടുത്ത ഹൈ വരുന്നത്, ഇതിൻ്റെ താഴെ അടുത്ത ഹൈ വന്നു. നമുക്കിനി ലോവർ ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ലോ വന്നിരിക്കുന്നത് ഇവിടെയാണ്. മാർക്കറ്റിൽ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ഒരു ബെൻഡ് ബോട്ടത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത് ഇന്നത്തെ ദിവസം ഇത് ബ്രേക്ക്ഔട്ട് കിട്ടണം. ഇത് ബ്രേക്ക്ഔട്ട് കിട്ടി ഇതിന് മുകളിൽ ഒരു ഹൈ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ചിലപ്പം മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഒരു റിവേഴ്സിനുള്ള സാധ്യത നമുക്കറിയാൻ പറ്റും ഇന്നത്തെ മാർക്കറ്റ് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡേ ക്യാൻഡിൽ 50% മിറ്റിഗേഷന് വേണ്ടിയിട്ട് 25,800 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മുകളിലോട്ടുള്ള ലെവൽസ് ഇതാണ്. 25,320 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടണം. താഴോട്ട് ഈ ഒരു ലെവൽ ഞാൻ എടുത്ത് മാറ്റുന്നു. ഈ ഒരു ലെവല് ഇന്നലത്തെ ലോയിൽ 25,120 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. 25,120 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ 25,120 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 25,000 വരാൻ സാധ്യതയുണ്ട്. ഈ ലോ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് കൺസോൾട്ടേഷനിലോട്ട് പോകും. കാരണം ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹയർ ലോ വന്നു. ഇനി ഇവിടെ നിന്ന് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻവാലിഡ് പ്രൈസ് ആക്ഷൻ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേഷന് സാധ്യതയുണ്ട്. ഈ ഒരു ലോ ബ്രേക്ക്ഔട്ട് കിട്ടാണ്ടാണ് തിരിച്ചു കയറുന്നതെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം 25,120 120 ലെവലെന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ബ്രേക്ക് ഔട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ 25,100 120 ലെവൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. ഇൻട്രാഡേ ലെവൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് എല്ലാം താഴോട്ട് ഞാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ CPR പോകും, CPR താഴോട്ട് വരുമെന്ന്. ഇവിടെ ഒരു റിവേഴ്സ് പ്രതീക്ഷിച്ചു, നടന്നില്ല. ഇവിടെ ഒരു റിവേഴ്സ് പ്രതീക്ഷിച്ചു, അതും നടന്നില്ല. പിന്നെ അവസാനം നമ്മൾ ലൈവ് മാർക്കറ്റിൽ തന്ന ലെവലായിരുന്നു 24,934. മാർക്കറ്റ് ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. മാർക്കറ്റ് താഴോട്ട് പോയി അതേ പ്രഷറിൽ തന്നെ ബൈയിങ് പ്രഷറിൽ മാർക്കറ്റ് പിന്നെ അവിടെ നിന്നൊരു ഷോർട്ട് കവറിങ് റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് CPR വരുന്നത് 25 നേരെ CPR ആണ്, ഏകദേശം 30 പോയിന്റിന്റെ CPR ആണ്. സെൻസെക്സിന്റെ എക്സ്പയറി കൂടിയാണ് ഇന്ന്. 2 ലെവൽസ് ഞാൻ വരച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഇന്നലത്തെ ലെവൽസ് ആണ്. ഓക്കെ, 2 ലെവൽസ് ഞാൻ വരച്ചിട്ടുള്ളൂ. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലാണ്. റെസിസ്റ്റൻസ് 2 സപ്പോർട്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം 100-150 പോയിന്റിനൊക്കെ മുകളിലാണ്. കാരണം അത്രയും മാർക്കറ്റ് ട്രെൻഡിങ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാർക്കറ്റ് ഒരു സൈഡ് വേസ് പോകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ചെറിയ മൂവ്മെന്റ് ഒക്കെ ഉള്ളപ്പോഴായിരിക്കും നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ അടുത്തടുത്ത് കിട്ടുക. വലിയ മൂവ്മെന്റ് മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉള്ള സമയത്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായിരിക്കും. അതാണ് ഈ ഒരു 100-150 പോയിന്റിന്റെ ഒക്കെ ടാർഗറ്റ് വരുന്നത്. 25,332 25,353 മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള റെസിസ്റ്റൻസ് വരുന്നത്. മാർക്കറ്റ് ഇതിന് മുകളിൽ എവിടെ ഒരു ഓപ്പണിംഗ് കിട്ടിയാലും 25,332 താഴെ എവിടെ ഓപ്പണിംഗ് കിട്ടിയാലും മാർക്കറ്റിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ CPR മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ചോദിക്കും, ഇവിടെ നിന്ന് ഏകദേശം 100 പോയിന്റ് അടുപ്പിച്ച് 100-120 പോയിന്റ് അടുപ്പിച്ച് താഴോട്ട് ടാർഗറ്റാണ്. മിക്കവാറും 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിന് താഴെ എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും CPR മാർക്കറ്റ് ഇറങ്ങി വരും. CPR വരുന്ന ലെവൽസ്
25,110 തൊട്ട് 25,142 വരെയാണ്. CPR ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ വരുന്ന ലെവൽ 24,947, 24,972 അതായത് നമ്മൾ നേരത്തെ 15 മിനിറ്റിൽ പറഞ്ഞത് CPR ബ്രേക്കൗട്ട് കിട്ടിയാൽ താഴോട്ട് ഇതിൻ്റെ സ്ട്രക്ചർ മാറും. ഇതിൻ്റെ ലോവർ ലോ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് വരും. ഹയർ ഹൈ ഫോം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈക്വൽ ഹൈ ഫോം ചെയ്താൽ പോലും ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ മാറും, ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അല്ല CPRൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ 25,332, 25,383 മുകളിൽ, അല്ലെങ്കിൽ ഇന്ന് ഓപ്പൺ ചെയ്ത് വരുന്ന ഹൈക്ക് മുകളിൽ പുതിയ ഹയർ ഹൈ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. CPRന്ന് ബ്രേക്കൗട്ട് കിട്ടാണ്ട് മുകളിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് 15 മിനിറ്റിൽ ചാർട്ട് ട്രെൻഡ് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.